റിപ്പോർട്ടിന്റെ മറ്റൊരു ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പുനലൂർ നഗരസഭയിൽ കണ്ടെത്തിയ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കൊരുങ്ങുകയാണ് സർക്കാർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്കാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൗൺസിൽ യോഗങ്ങളുടെ മിനിറ്റ്സ് രേഖപ്പെടുത്താതെ പിന്നീട് തീരുമാനങ്ങൾ എഴുതി ചേർത്ത് ക്രമക്കേട് നടത്തി എന്നതാണ് കണ്ടെത്തൽ. ദിലീപ് ദേവസ്യയുടെ വിശദാംശങ്ങളുമായി. ദിലീപ്, 2023 കൗൺസിലിലെ രേഖകളിൽ ഉള്ള കാര്യങ്ങളല്ല പിന്നീട് എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ നടപടി വരാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും വിനീത, 2023 ഈ കൗൺസിൽ യോഗങ്ങളുടെ മിനിറ്റ്സ് ബുക്കിൽ എഴുതി വെച്ചത് പിന്നീട് നടന്ന ചില തീരുമാനങ്ങൾ ആയിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അത് പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയും ചെയ്തു. അന്ന് തന്നെ റിപ്പോർട്ടർ TV ഇത് വാർത്ത നൽകുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര വിജിലൻസ് വിഭാഗവും നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയും തദ്ദേശ സ്വയംഭരണ വകുപ്പും അന്വേഷണം നടത്തി. ഇതിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിച്ചതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നഗരസഭാ സെക്രട്ടറി, മുൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനായിട്ടാണ് ഇപ്പോൾ സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ പുനലൂർ നഗരസഭയിൽ നടന്നിരിക്കുന്ന ക്രമക്കേടുകൾ അത് നേരത്തെ മുതൽ തന്നെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പ്രതിപക്ഷം പരാതിയുമായി രംഗത്തെത്തിയത്. പ്രതിപക്ഷത്തിൻ്റെ പരാതിയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് വീഴ്ച സംഭവിച്ചതായിട്ട് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇനി നടക്കേണ്ടത് ഈ സെക്രട്ടറിക്കും അഡീഷണൽ സെക്രട്ടറിക്ക് അടക്കമുള്ളവർക്കായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് UDFിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ജയപ്രകാശാണ് പരാതി നൽകുകയും ചെയ്തത്. എന്തായാലും ഉടൻ തന്നെ ഇതിലൊരു നടപടി ഉണ്ടാകുകയും ചെയ്യും വിനീത. ശരി, ഏതായാലും ഗുരുതര ക്രമക്കേട് തന്നെയാണ്. അതിൽ അടിയന്തരമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് ദിലീപ് ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു